ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഞ്ചറിങ് 3 ദ ഡെവിൾ മെയ്ഡ് മീ ടു ഡു ഇറ്റ് എന്ന സിനിമയുടെ കഥയുമായിട്ടാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ കഥയിലേക്ക് തന്നെ അങ്ങ് പോയേക്കാം. കഥ ആരംഭിക്കുന്നത് 1981 ഗ്ലാഡ്സെൽ ഫാമിലിയിലെ ഡേവിഡ് എന്ന 8 വയസ്സുകാരൻ പയ്യന് പ്രേതബാധയുണ്ടായതിനെ തുടർന്ന് എഡും ലോറിനും എക്സോർസിസം ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി അസിസ്റ്റന്റിനോടൊപ്പം ഡേവിഡിന്റെ വീട്ടിലെത്തുന്നു. ഡേവിഡിനായി അവർ പ്രേ ചെയ്തുകൊണ്ട് ഫാദർ ഗോർഡനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ എക്സോർസിസം ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പനേരം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഡേവിഡിനെ കൊണ്ടുപോയി കിടത്താൻ എഡ് പാരൻസിനോടായി പറയുന്നു. അപ്പോൾ ആർണി അവനെയും എടുത്ത് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. ഡേവിഡിന്റെ സഹോദരി ഡെബിയുടെ കാമുകനാണ് ഈ ആർണി. അവന് ഡേവിഡിനെ ഭയങ്കര കാര്യമാണ്. ഡേവിഡിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയതിനു ശേഷം ആർണി അവനോട് പേടിക്കണ്ട, ധൈര്യമായിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോധൈര്യം കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഡേവിഡ് ചോദിക്കും, എന്റെ ചേച്ചിയെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എന്ന്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, നീ ഇപ്പോൾ ഉറങ്ങിക്കോളൂ എന്ന് ആർണി പറയുന്നു. അപ്പോഴേക്കും ഫാദർ ഗോർഡൻ ആ വീടിന് മുന്നിൽ എത്തിയിരുന്നു. അയാളെ കണ്ടതുകൊണ്ടാവണം ആർണി താഴേക്ക് പോകുന്നു. ഒറ്റയ്ക്ക് കിടക്കിയിരുന്ന ഡേവിഡ് കതകിന് ആരോ അടിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്നു. പിന്നീട് ആ ശബ്ദം വളരെ ഒച്ചത്തിലായപ്പോൾ അത് കേട്ട് ഡേവിഡ് ആകെ പേടിച്ചുപോയി. ഉടനെ തന്നെ അവൻ ഓടിപ്പോയി ബാത്റൂമിൽ കയറി വാതിലടിക്കുന്നു. പക്ഷെ ആ വാതിലും ആരോ പിടിച്ചു കുലുക്കുന്നതായി കണ്ട് ഡേവിഡ് പേടിച്ചു വിറച്ച് ബാത്ടബിൽ കയറി ഒളിക്കുന്നു. പേടിച്ചിരിക്കുന്ന ഡേവിഡ് ബാത്ടബിന് മുകളിലായ ആരുടെയോ കൈകൾ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരുന്നു പോയി. പെട്ടെന്ന് ടാപ്പ് ഓണാവുകയും രക്തം ഡേവിഡിന് മുകളിലേക്ക് ഒഴുകാനും തുടങ്ങി. നിലവിളി കേട്ട് എല്ലാവരും ഡേവിഡിന്റെ മുറിയിലേക്ക് ഓടിയെത്തി. കുളിമുറിയുടെ വാതിൽ തല്ലിപ്പൊളിച്ച് ഡേവിഡിന്റെ അച്ഛൻ അകത്ത് കയറി. അവനെ സമാധാനിപ്പിക്കാൻ ചെന്ന അച്ഛനെ കണ്ടതും എഡ് അവനെ പിടിച്ചു മാറ്റി ഫാദറിനോട് എക്സോർസിസം ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. ശേഷം എഡ് ഡേവിഡിനെയും എടുത്ത് താഴെ കൊടുന്നു. അതിനിടയിൽ ഡേവിഡ് ചുമരിലൊക്കെ മാന്തി പൊളിച്ചുകൊണ്ടേയിരുന്നു. എഡിന്റെ അസിസ്റ്റന്റ് ആവട്ടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഡേവിഡിനെ മേശയിൽ കിടത്തി അവന്റെ കൈയും കാലും പിടിച്ചു വയ്ക്കുന്നു. ഫാദർ ഗോർഡൻ എക്സോർസിസം സ്റ്റാർട്ട് ചെയ്തു. പ്രേ ചെയ്യാൻ തുടങ്ങി. ഡേവിഡിന്റെ വായിൽ നിന്ന് നുരയും പതയും പുറത്തു വരാൻ തുടങ്ങി. പെട്ടെന്ന് ലോറിന് ആരോ ദുർമന്ത്രവാദം ചെയ്യുന്ന വിഷ്വൽസ് ഫീൽ ചെയ്യുന്നു. ഫാദർ ഹോളി വാട്ടർ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് തളിക്കുന്നു. ഉടനെ അവന്റെ മുഖം വികൃതമാവാൻ തുടങ്ങി. ആ മുറിയിലുണ്ടായിരുന്ന വസ്തുക്കൾ വായുവിലൂടെ പറക്കാൻ തുടങ്ങി. അതിലൊരു പാത്രം ഫാദർ ഗോഡിന്റെ തലയിലിടിക്കുകയും അദ്ദേഹം അബോധാവസ്ഥയിലാകുകയും ചെയ്തു. ഭയങ്കരമായ കാറ്റ് ആ മുറിയിൽ ഒട്ടാകെ പരക്കാൻ തുടങ്ങി. ഉടനെ തന്നെ എഡ് ബൈബിൾ എടുത്ത് പ്രേ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഡേവിഡിന്റെ ശരീരം ഒടിഞ്ഞു വളഞ്ഞു നുറുങ്ങി ബാബാ രാംദേവിന്റെ യോഗ പോലെയാവാൻ തുടങ്ങി. ആർണിക്ക് ഇത് കണ്ട് സഹിക്കാൻ സാധിച്ചില്ല. അവൻ ആ പ്രേതത്തിനോടായി ഡേവിഡിനെ വെറുതെ വിടാൻ അപേക്ഷിക്കുന്നു. ആർണി അതിനോട് സംസാരിക്കരുത് എന്ന് എഡ് ആർണിയോടായി പറയുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ആർണി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഡേവിഡ് ഒരു ചെറിയ കുട്ടിയാണ്, അവനെ വെറുതെ വിട്, നീ ഒരു ഭീരു അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. അത് പറഞ്ഞു തീർന്നതും ഡേവിഡ് ഡെബിയെയും ആർണിയെയും ചവിട്ടി തെറിപ്പിക്കുന്നു. എന്നിട്ട് എഡിന്റെ മേലേക്ക് ചാടി കയറി നെഞ്ചിനിട്ട് ഇടിക്കുന്നു. നിന്റെ ഹൃദയമെടുപ്പ് ഞാൻ നിർത്തിക്കുമ്പോൾ പന്ന കിഴവ എന്ന് ആക്രോശിക്കുന്നു. എഡിനെ രക്ഷിക്കാൻ വന്ന ലോറിന് വീണ്ടും ദുർമന്ത്രവാദത്തിന്റെ വിഷ്വൽസ് വരാൻ തുടങ്ങി. എഡിന്റെ മേൽ നിന്ന് ആർണി ഡേവിഡിനെ പിടിച്ചുമാറ്റി അവന്റെ കണ്ണിൽ നോക്കി ആ ആത്മാവിനോടായി സംസാരിക്കുന്നു. ഡേവിഡിനെ വിട്ടേക്ക്, അവൻ ചെറിയ പയ്യനാണ്, എന്നെ എടുത്തോളൂ എന്ന് ആർണി ആ ആത്മാവിനോടായി പറയുന്നു. ഉടനെ തന്നെ ആ ദുരാത്മാവ് ആർണിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എഡ് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡേവിഡ് അതിശക്തമായാണ് അയാളുടെ നെഞ്ചിലടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. ആർണിയിൽ ആത്മാവ് പ്രവേശിച്ചതോടെ ആ അന്തരീക്ഷം ശാന്തമാവാൻ തുടങ്ങി. മറ്റെല്ലാവരും വിചാരിച്ചത് ആത്മാവ് ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയി എന്നാണ്. ഈ നടന്ന സംഭവങ്ങളെല്ലാം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവിടെ സിനിമയുടെ പേര് കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എഡിനെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഡോക്ടർ വന്ന് എഡിന് ഒരു സീരിയസ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നും അദ്ദേഹത്തിന് സർജറി നടത്തേണ്ട ആവശ്യമുണ്ട് എന്നും അറിയിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് ആർണിയെയാണ് നമ്മൾ കാണുന്നത്. സുഖമായിട്ട് ഉറങ്ങുകയാണ് അവൻ. പക്ഷെ ഇന്നലെ രാത്രിയിൽ നടന്ന ആ സംഭവങ്ങളുടെയൊക്കെ ഒരു ചെറിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ അവന് ഉറക്കത്തിൽ കേൾക്കുന്നുണ്ട്. അത് കേട്ടതോടെ അവൻ ഞെട്ടി ഉണരുന്നു. ആർണി ഉണർന്നപ്പോഴേക്കും ഡെബി അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ ഡേവിഡിന്റെ ചേച്ചി. ആർണിയും ഡെബിയും ലിവിങ് ടുഗദർ ആയിട്ടാണ് ജീവിക്കുന്നത്. സോ രാവിലെ തന്നെ പല്ലുപോലും തേക്കാതെ അവർ കുറച്ച് ലവ് മേക്കിംഗ് ഒക്കെ നടത്തുന്നു. ചെറുതായിട്ട്, കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട സിനിമ കാണുമ്പോൾ കേട്ടോ. അവർ താമസിക്കുന്ന വീടിന്റെ നേരെ താഴെ തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ഇരുവരും ജോലി ചെയ്യുന്നത്. അതിനുശേഷം ആർണിയും ഡെബിയും ഡേവിഡിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ആർണി ഡേവിഡിനോടൊപ്പം വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആർണി മീറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവ മീറ്റും എടുത്ത് തിരിച്ചു വരുമ്പോൾ
അവൻ പോയിട്ട് അതെന്താണെന്ന് നോക്കുന്നു. അവനെയും നമ്മളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറും എലി. പക്ഷെ ആർണി ആ ഓടിപ്പോയ എലിയുടെ പിന്നാലെ പോകുന്നു. ആ വീടിനകത്തുണ്ടായിരുന്ന ഒരു പൊത്തിലേക്ക് എലി കയറിപ്പോകുന്നത് ആർണി കാണുന്നു. ചേടാ ഇതെന്താപ്പാ ഈ ഒരു തുള എന്നും പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒറ്റ കണ്ണിട്ട് നോക്കുന്നു. പക്ഷെ അവനൊന്നും കാണാൻ പറ്റിയില്ല. എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നിൽക്കുന്നു. പേടിച്ചു വരച്ചുപോയി പാവം. അടുത്തൊരു ദിവസം ആർണി മരത്തിന് മുകളിൽ കയറിയിട്ട് ആ മരം മുറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും ആ വുഡ് കട്ടർ മെഷീൻ ഓണാകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരോ ജനലിലൂടെ ആർണിയെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് ആർണിക്കും തന്നെ ആരോ നോക്കുന്നതായിട്ട് തോന്നുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. തോന്നിപ്പോയതായിരിക്കും വിചാരിച്ചിട്ട് അവൻ ജോലി തുടരാൻ നോക്കിയപ്പോൾ താഴെ ഉണ്ടായിരുന്നവൻ ആർണിയെ 4 ചീത്തയും പറഞ്ഞു. പക്ഷെ ആർണിക്ക് ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എന്താ സംഭവിച്ചതെന്നറിയാതെ പേടിച്ചു വരച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആർണി അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ഡെബി വർക്ക് ചെയ്യുന്ന പെറ്റ് ഷോപ്പിന്റെ ഓണർ ആർണിയെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നു. വാ നമുക്ക് വീറടിക്കാന്ന് പറഞ്ഞിട്ട് ഡെബിയും കൂടെയുണ്ട്. ആ ഓണറാവട്ടെ പാട്ടൊക്കെ ഭയങ്കര ഒച്ചത്തിൽ വെച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർണി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കിളിപോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ എഡിന് ബോധം വരുന്നു. അവൻ ആദ്യം തന്നെ ലോറിനോട് പറഞ്ഞത് ആ ആത്മാവ് പോയിട്ടില്ല എന്നും അത് ആർണിയുടെ ശരീരത്തിലാണുള്ളത് എന്നുമാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് എഡ് പറയുന്നു. ഉടനെ ലോറിൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർണിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. പക്ഷെ അവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഓൺ ആയി കിടക്കല്ലേ എന്ന് ആരും ഈ ഫോണിന്റെ റിങ് കേൾക്കുന്നില്ല. അതിനുശേഷം ലോറിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇന്ന് അഡ്രസ്സിലേക്ക് പോകണം, അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നു. ഇതേ സമയം ആർണിയുടെ വീട്ടിൽ അയാൾ ആർണിയെ ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഡെബി അയാളുടെ കൂടെ ഡാൻസ് കളിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ആർണി ഇത് കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് മറ്റൊന്നായിരുന്നു. ആ ഷോപ്പ് ഓർണർ നമ്മുടെ ഡെബിയോട് എന്തോ അപമര്യാദയായി പെരുമാറുന്നതായിട്ടാണ് ആർണിക്ക് തോന്നുന്നത്. ഉടനെ തന്നെ ആർണി ഡെബിയെയും കൂട്ടി അടുത്ത മുറികളിലേക്ക് ഓടാൻ തുടങ്ങി. ഡെബിയായിട്ട് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആർണി മറുപടിയൊന്നും പറയുന്നില്ല. പെട്ടെന്ന് അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയും ജനലിലൂടെ ചുവന്ന വെളിച്ചവും ഇരുട്ടും മാറി മാറി വരികയും ചെയ്തുകൊണ്ടിരുന്നു. ആർണി ഇത് കണ്ട് ആകെ പേടിച്ച് ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആർണി അവിടെ വീണ് കിടക്കുന്ന ഒരു കത്തിയെടുത്ത് ആ രൂപത്തിനെ കുത്തി 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 നീണ്ടുപോയി കുത്തിക്കുന്നു. ആ സീൻ അവിടെ കട്ടായതിനു ശേഷം ഇപ്പോൾ ആർണി റോഡിലൂടെ നടന്നു പോവുകയാണ്. അവനിപ്പോൾ കണ്ട ഒരു സോംബിയെ പോലെയുണ്ട്. ദേഹമാസകലം ചോരയിൽ കുളിച്ചാണ് അവൻ നടക്കുന്നത്. അപ്പോഴേക്കും ലോറിൻ വിളിച്ചതനുസരിച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നു. അവന്റെ ദേഹമാസകലം രക്തം കണ്ട പോലീസുകാരൻ പേടിച്ചുപോയി. പെട്ടെന്ന് ആർണി അവന്റെ സാധാരണ സ്ഥിതിയിലേക്ക് വരുന്നു. ഞാൻ ആരെയും ഉപദ്രവിച്ചെന്ന് തോന്നുന്നു എന്ന് അവൻ പറയുന്നു. അങ്ങനെ ആ പോലീസുകാരൻ ആർണിയെ അറസ്റ്റ് ചെയ്യുന്നു. ആ ഷോപ്പ് ഓണർക്ക് 22 തവണ കുത്തേറ്റതായിട്ട് പോലീസുകാർ കണ്ടെത്തുന്നു. 193 വർഷങ്ങൾക്കിടെ ആ സിറ്റിയിൽ നടക്കുന്ന ആദ്യത്തെ കൊലപാതകമാണിത്. ശേഷം ജയിലിലുള്ള ആർണിയെ കാണാൻ വേണ്ടിയിട്ട് എഡും ലോറിനും ഡെബിയും വന്നിരിക്കുകയാണ്. അവർ ആർണിയെ കൊണ്ട് ബൈബിൾ വചനങ്ങൾ ചൊല്ലിപ്പിക്കുന്നു. അവൻ കൃത്യമായിട്ട് അത് ചൊല്ലുകയും ചെയ്യുന്നു. അവന്റെ ശരീരത്തിൽ ആ സമയത്ത് ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവന് അങ്ങനെ ചാൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് ആർണി പറയുന്നു. ആ സമയത്ത് തന്റെ ശരീരത്തിൽ എന്തോ ഒരു സാധനം ഉള്ളതുപോലെ, എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ തനിക്ക് തോന്നിയിരുന്നു എന്നും അവൻ പറയുന്നു. ഡെബിയും അത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ എഡും ലോറിനും കൂടി ആർണിയുടെ വക്കീലിനെ കാണാൻ പോകുന്നു. ആർണിയല്ല ഇതൊന്നും ചെയ്തതെന്നും അവന്റെ ശരീരത്തിൽ കുടിയിരിക്കുന്ന ഡെവിളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അവർ പറയുന്നു. ഡെവിളോ? എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതെങ്ങനെ കോർട്ട് വിശ്വസിക്കും? നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയല്ലേ കോർട്ട് എന്ന് വക്കീൽ പറയുന്നു. കോർട്ടിൽ ഓരോ തവണയും ദൈവത്തെ പിടിച്ചാണ് സാക്ഷികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നത്. അതായത് കോർട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് സാത്താനിലും ഡെവിളിലും ഒന്നും വിശ്വസിച്ചുകൂടാ എന്ന് എഡ് ചോദിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ഡിന്നറിന് വരൂ. ഞാൻ ഇത്രയും വർഷം ശേഖരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. വിശ്വസിക്കുകയാണെങ്കിൽ ഇവന് വേണ്ടി വാദിച്ചാൽ മതിയെന്ന് എഡ് പറയുന്നു. അങ്ങനെ ആ വക്കീൽ അതിന് സമ്മതിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. തുടർന്ന് അടുത്ത ദിവസം രാവിലെ കോർട്ട്. ആർണിയും ആ വക്കീലുമുണ്ട്. ആ വക്കീലിന്റെ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാം ഇന്നലെ രാത്രി ഡിന്നറിന് പോയതും അവിടെ വെച്ച് കണ്ട കാര്യങ്ങളുമെല്ലാം. അത് സിനിമയിൽ കാണിക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് അവിടെ വ്യക്തമാവുന്നു. അങ്ങനെ ആ വക്കീൽ എന്റെ ക്ലയന്റ് അല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനാണെന്നുമൊക്കെ ജഡ്ജിനോട് പറയുന്നു. പക്ഷേ ജഡ്ജി ഇതൊന്നും വിശ്വസിക്കുന്ന പോലെയില്ല. അദ്ദേഹത്തിന് ആവശ്യം തെളിവുകളാണ്. അങ്ങനെ ആ വക്കീൽ വന്ന് എഡിനോടും ലോറിനോടും പറയും, എന്തൊക്കെയായാലും തെളിവുകൾ വേണം, കോടതിക്ക് അതാണ് ആവശ്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ആർണിക്ക് വലിയ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് വക്കീൽ അവരോട് പറയുന്നു. തെളിവുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോറിനും എഡും തങ്ങൾ റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങി. ആ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ റീകോൾ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഗ്ലാഡ്സെൽ ഫാമിലി റീസെന്റ് ആയിട്ടാണ് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അതായത് ആ വീടാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നമ്മുടെ ഡേവിഡ് ആ വീട്ടിലെ ഓരോ മുറികളും ചുറ്റി നടന്ന് കാണുകയാണ്. അതിനിടയിൽ ഒരു വാട്ടർ ബെഡ് അവൻ കാണുന്നു. അതിന്റെ മുകളിലൂടെ ചാടിയും അതിൻ്റെ അത് കിടന്നു ഉരുണ്ടും ഒക്കെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ ആ ബെഡിനുള്ളിൽ ഉള്ളതായിട്ട് അവന് തോന്നുന്നു.
പേടിച്ചുപോയ ഡേവിഡ് ആ കിടക്കയിൽ നിന്നും പതിയെ പിന്നിലേക്ക് വരാൻ തുടങ്ങി. പേടിച്ചരണ്ട അവന്റെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരുന്നു. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. സാവധാനത്തിൽ അവനെ ചുറ്റിപ്പറ്റി ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷമാണ് അവരെല്ലാവരും ആ ചെറുക്കൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയതും നമ്മുടെ എഡിനെയും ലോറിനെയും അങ്ങോട്ടേക്ക് വിളിച്ചതും തുടർന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെ എഡും ലോറിനും വീണ്ടും ഡേവിഡിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വാട്ടർ ബെഡും അതിന്റെ പരിസരങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ആ വാട്ടർ ബെഡ് ഓട്ടയായതിനാൽ അതിന്റെ വെള്ളം ഇവിടെയൊക്കെ മറിഞ്ഞ് ഈ മരപ്പലകൾ ഒക്കെ ദ്രവിച്ചുപോയി. അതുകൊണ്ട് ആ ബെഡും ഇവിടെ നിന്ന് ഒഴിവാക്കി എന്ന് ഡെബി അവരോടായിട്ട് പറയുന്നു. എഡ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മാറ്റ് എടുത്ത് മാറ്റി നോക്കുന്നു. അപ്പോൾ അത് വെള്ളം കാരണം ദ്രവിച്ചു പോയതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇത് മറ്റെന്തോ കാരണം കൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് എഡ് പറയുന്നു. ഈ വീടിന് ബേസ്മെന്റ് ഉണ്ടോ എന്ന് എഡ് ചോദിക്കുന്നു. അങ്ങനെ ഡെബി അവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു. ആ ബേസ്മെന്റിലേക്ക് കൃത്യമായൊരു വഴിയൊന്നുമില്ല, ചെറിയൊരു ഇടനാഴി പോലെ ഒരു വഴിയുണ്ട്. അങ്ങോട്ടേക്ക് നായിക മാത്രം മുട്ടുകുത്തി എഴഞ്ഞെഴഞ്ഞ് പോകുന്നു. കയ്യിലൊരു ക്യാമറയുണ്ട്. അതിനുള്ളിൽ അവിടെ ഇവിടെയായിട്ട് എലികളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ലോറിൻ ആ ബെഡുള്ള സ്ഥലത്തിന്റെ നേരെ താഴെ എത്തുന്നു. അതിന് നേരെ താഴെയായിട്ട് എന്തോ ഒരു സാധനം തുണിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ലോറിൻ ആ തുണി മാറ്റി നോക്കുന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു അസ്ഥികൂടമാണ്. എന്തോ ദുർമന്ത്രവാദം ചെയ്തു വെച്ചതിന്റെ ബാക്കി. ലോറിൻ അതിന്റെ ഫോട്ടോയും എടുത്തിട്ട് സേഫായിട്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആ എടുത്ത ഫോട്ടോസൊക്കെ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫാദർ ഗോർഡൻ അങ്ങോട്ടേക്ക് വരികയും ഈ ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹം പറയും, ഇതുപോലെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പ്രീസ്റ്റ് നോക്കി വെക്കാറുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണും, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ലോറിനും എഡും അടുത്ത ദിവസം തന്നെ ആ പ്രീസ്റ്റിനെ കാണാൻ പോകുന്നു. അദ്ദേഹത്തെ ഈ ഫോട്ടോ കാണിച്ച് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് എഡും ലോറിനും ചോദിക്കുന്നു. ആ ഫോട്ടോ കണ്ട ശേഷം ഇതുപോലെ ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതുപോലെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ലോറിനെയും എഡിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു അറയിലേക്ക് പോകുന്നു. അവിടെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഞാനൊരു 10 വർഷത്തോളമായി ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സാധനങ്ങൾ എനിക്ക് ശേഖരിക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവുമെന്ന് കരുതിയാൽ അതെടുത്തോളൂ. കൂടാതെ ഒരുപാട് ബുക്കുകളുണ്ട്, അതിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നത് നിങ്ങൾ എടുത്തുകൊണ്ടുപോയിക്കോളൂ എന്ന് ആ പ്രീസ്റ്റ് അവരോട് പറയുന്നു. എഡും ലോറിനും ചില പുസ്തകങ്ങളൊക്കെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം മറ്റെവിടെയോ ഒരാൾ ദുർമന്ത്രവാദം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവൾ ആ ദുർമന്ത്രവാദം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ആർണിയെയും കാണിക്കുന്നു. അവനിപ്പോൾ ഉള്ളത് മനോനില തെറ്റിയ കുറ്റവാളികളുള്ള വാർഡിലാണ്. കാരണം അങ്ങനെയായിരുന്നല്ലോ ആർണിയുടെ വക്കീൽ വാദിച്ചത്. ഇപ്പോൾ ആ വാർഡിലുള്ള ഒരുത്തൻ തനിയെ എഴുന്നേറ്റിരിക്കുന്നു. അവൻ ആർണിയോട് സംസാരിക്കുന്നു. അപ്പോൾ ആർണി അവനോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിനക്ക് എന്നെ അറിയാം എന്ന് ആർണിയോട് അവൻ മറുപടി പറയുന്നു. അത് കേട്ടതും അവൻ പതിയെ പിന്നോട്ടേക്ക് പോകുന്നു. ആർണിയുടെ അലർച്ച കേട്ട് എല്ലാ പോലീസുകാരും വന്ന് അവനെ പിടിച്ചു കെട്ടി നിർത്തുന്നു. അടുത്ത സീനിൽ എഡും ലോറിനും തങ്ങൾ കൊണ്ടുവന്ന ബുക്കുകളൊക്കെ ഓരോന്നായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എഡിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, അവൻ എഡിനെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഉടനെ തന്നെ ലോറിനും എഡും ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു പോലീസുകാരനെ കാണുന്നു. അദ്ദേഹം ഇവർക്ക് 2 പെൺകുട്ടികളുടെ ഫോട്ടോ കാണിക്കുന്നു. ഇവർ രണ്ടുപേരെയും ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് കാടിനുള്ളിൽ വെച്ച് കാണാതായെന്ന് ഞങ്ങൾക്ക് പരാതി ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു പെൺകുട്ടിയുടെ ശവശരീരം ഞങ്ങൾക്ക് കിട്ടി. മറ്റേ പെൺകുട്ടിയെ എവിടെയും കണ്ടതുമില്ല. അങ്ങനെ അവരുടെ റിസോർട്ടിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഈ സാധനം ഞങ്ങൾ കണ്ടത് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ കാണിക്കുന്നു. ഇതേ അസ്ഥികൂടം തന്നെയാണ് അവർ ഡേവിഡിന്റെ വീട്ടിൽ നിന്നും കണ്ടതും. പോലീസുകാർക്ക് ഈ കേസ് ഇതുവരെ തെളിയിക്കാനായിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പകരം നിങ്ങൾ ഞങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന് എഡും ലോറിനും പറയുന്നു. അങ്ങനെ പോലീസുകാരൻ അവരെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ ലോറിനുള്ള കഴിവ് നിങ്ങൾക്കറിയാലോ, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ലോറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ലോറിൻ അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ആ 2 പെൺകുട്ടികളും അവിടെ ഓടിക്കളിക്കുന്നതും അതിനിടയിൽ ഒരു പെണ്ണ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മറ്റേ പെൺകുട്ടിയെ കുത്തി കൊല്ലുന്നതായിട്ടും ലോറിന് മനസ്സിലാവുന്നു. അതിനുശേഷം ആ പെൺകുട്ടി അവിടെ നിന്നും എങ്ങോട്ടേക്കോ ഇരുട്ടിൽ ഓടാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ലോറിനും ഓടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവൾ പോയി നിൽക്കുന്നത് വലിയ മലയുടെ മുകളിലാണ്. താഴേക്ക് അഗാധമായ കുഴിയും. പെട്ടെന്ന് ലോറിന്റെ കഥ ഇപ്പൊ തീർന്നേനെ. പക്ഷേ നമ്മുടെ എഡ് കൃത്യമായിട്ട് ചാടി വീണ് കൈ പിടിച്ച് അവളെ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നു. അതിനുശേഷം ലോറിയും പറയും, 2ാമത്തെ പെൺകുട്ടി താഴേക്ക് വീണാണ് മരിച്ചിരിക്കുന്നത്, അവളുടെ ശവശരീരം തീർച്ചയായും താഴെയുള്ള ആ നദിയിലുണ്ടാവും എന്ന് അവൾ ഉറപ്പു പറയുന്നു. അങ്ങനെ റെസ്ക്യൂ ടീം വന്ന് ആ പെണ്ണിന്റെ ബോഡി കണ്ടെത്തുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു.
അടുത്ത സീനിൽ എഡും ലോറിനും തങ്ങളുടെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറിൻ എഡിനോടായിട്ട് പറയും, അന്ന് ഡേവിഡിന്റെ വീട്ടിൽ എക്സോർസിസം ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില വിഷ്വൽസ് വന്നിരുന്നു, ആരോ ദുർമന്ത്രവാദം ചെയ്യുന്നതായിട്ട്. അതുപോലുള്ള വിഷ്വൽസ് ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാൻ ചെന്നപ്പോഴും എനിക്ക് തോന്നി, ഒരുപക്ഷെ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടാവാം. അത് അറിയണമെങ്കിൽ എനിക്ക് ആ പെൺകുട്ടിയുടെ ബോഡിയുടെ അടുത്തെത്തണം, അതിനെ സ്പർശിച്ചു നോക്കിയാൽ എനിക്ക് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനാവുമെന്ന് ലോറിൻ പറയുന്നു. അങ്ങനെ എഡും ലോറിനും കൂടി ആ ഡെഡ് ബോഡി ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. ആ ഡെഡ് ബോഡി അഴുകിയ അവസ്ഥയിലാണുള്ളത്. എന്നാലും നമ്മുടെ ലോറിൻ അതിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. ആ സമയത്ത് കുറേയധികം വിഷ്വൽസ് കാണിക്കുന്നു. ലോറിൻ ഒരു പാതയിലൂടെ നടന്നു പോവുകയാണ്. തീവണ്ടിയുടെ ശബ്ദവും വെള്ളമൊഴുകുന്ന ശബ്ദവും ഒക്കെ അവൾക്ക് കേൾക്കാം. ഇതേ സമയം തന്നെ ആ ദുർമന്ത്രവാദിനി മന്ത്രവാദം ചെയ്യുന്നതും നമ്മുടെ ലോറിന് മനസ്സിലാവുന്നു. അവൾ ചെയ്യുന്ന ദുർമന്ത്രവാദത്തിനനുസരിച്ച് നമ്മുടെ ആർണി കയ്യിലുണ്ടായിരുന്ന ഒരു ഹോളി വാട്ടർ ബോട്ടിൽ അമർത്തി പൊട്ടിച്ച് ആ കുപ്പിച്ചിൽ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മനസ്സിലാക്കിയ ലോറിൻ ശക്തമായ മന്ത്രങ്ങൾ ഉരുവിടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടെ ആ ദുർമന്ത്രവാദം മുടങ്ങുന്നു. അങ്ങനെ ആർണി മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പോൾ നായികയും ആ ദുർമന്ത്രവാദിനിയും മുഖാമുഖം കണ്ടു. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ആ ദുർമന്ത്രവാദിനി ലോറിനോട് ചോദിക്കുന്നു. ദൈവകടാക്ഷമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാമെന്ന് ലോറിൻ പറയുന്നു. ഇപ്പോ ആ ദുർമന്ത്രവാദി നമ്മുടെ ലോറിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവളിപ്പോൾ ഉള്ള മോർച്ചറിയിലെ ഒരു ശവത്തെ എഴുന്നേൽപ്പിക്കുന്നു. അത് ലോറിനെ ആക്രമിക്കാൻ വരുന്നു. ഇത് കണ്ട എഡ് പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റി. ആ പെൺകുട്ടിയുടെ ശവശരീരവും ലോറിനുമായുള്ള ബന്ധം വിച്ഛേദിച്ചതോടെ ലോറിനും ദുർമന്ത്രവാദിയും തമ്മിലുള്ള ലിങ്ക് കട്ടാവുന്നു. അതോടെ ലോറിനെ ആക്രമിക്കാൻ വന്ന ശവശരീരം ചേതനയേറ്റ് താഴേക്ക് വീഴുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. തുടർന്ന് ലോറിനും എഡും അവരുടെ വീട്ടിലാണുള്ളത്. ഡെബിയും കൂടെയുണ്ട്. എഡിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തിന് ഒരു ബുക്ക് കൊടുക്കുന്നു. അതിൽ ദുർമന്ത്രവാദത്തെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദുർമന്ത്രവാദം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രകാരം ഒരു ദുർമന്ത്രവാദമുണ്ട്. ആ ദുർമന്ത്രവാദം ചെയ്ത് 3 പേരെ ബലി നൽകിയാൽ സാത്താന്റെ ശക്തികളൊക്കെ ആ മന്ത്രവാദം ചെയ്യുന്നവരിലേക്ക് എത്തും. ഒരുപക്ഷെ ആ മന്ത്രവാദം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ചടങ്ങുകളിൽ എവിടെയെങ്കിലും വിഘ്നം സംഭവിക്കുകയാണെങ്കിൽ ആരാണോ ആ ചടങ്ങുകൾ ചെയ്യുന്നത് അയാൾക്ക് മരണം സംഭവിക്കും എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. അതായത് ആ മന്ത്രവാദിനി ശ്രമിക്കുന്നത് ദുർമന്ത്രവാദം ചെയ്ത് 3 പേരെ ബലി കൊടുത്ത് സാത്താന്റെ ശക്തി അവളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. സോ അത് തടുക്കാനുള്ള ഒരേയൊരു വഴി ആ ദുർമന്ത്രവാദം ചെയ്യുന്ന ബലിപീഠത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്താൽ മാത്രമേ ആ ദുർമന്ത്രവാദിനിയെ തടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എഡ് എല്ലാരോടുമായി പറയുന്നു. അങ്ങനെ അത് എല്ലാരോടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ എഡ് പെട്ടെന്ന് ബോധം കെട്ടു വീഴുന്നു. പെട്ടെന്ന് ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ എഡ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അവൻ നോക്കുമ്പോൾ ആ ദുർമന്ത്രവാദിനി തന്റെ മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവർ മോർച്ചറിയിൽ കണ്ട ആ ശവശരീരവും അവിടെ എത്തി. അത് എഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ എഡ് പ്രേയേഴ്സ് ഒക്കെ ചൊല്ലി കത്തിയെടുത്ത് അവളെ കുത്തി കൊല്ലുന്നതിനായിട്ട് എഡ് ശ്രമിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വരുന്നത് തന്റെ മുന്നിലുള്ളത് ആ ദുർമന്ത്രവാദിനി ആയിരുന്നില്ല, തന്റെ ഭാര്യ ലോറിനായിരുന്നു. അതോടെ തന്നെ ആ ദുർമന്ത്രവാദിനി ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവിടെ എന്തോ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാണെന്നും എഡിന് മനസ്സിലാവുന്നു. അവൻ ആ വീട് മുഴുവൻ അരിച്ചു പൊറുക്കാൻ തുടങ്ങി. അപ്പോഴാണ് മേശയുടെ മുകളിൽ ഒരു ഫ്ലവർ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് അവർ കാണുന്നത്. അതെടുത്ത് നോക്കുമ്പോഴാണ് ആ ദുർമന്ത്രവാദിനി അതിന്റെ ഉള്ളിൽ ആദ്യം കണ്ടതുപോലുള്ള ആ എല്ലും കൂട് വെച്ചിട്ടുണ്ടായിരുന്നത് അവർ കാണുന്നത്. അതായത് നമ്മുടെ എഡും ഉടനെ തന്നെ മരിക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയ ലോറിൻ ആകെ വിഷമത്തിലാവുന്നു. പക്ഷേ എഡ് ഇതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയും ഈ പ്രശ്നം വേഗത്തിൽ സോൾവ് ചെയ്യണമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എഡ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രവാദ ബുക്ക് ഉണ്ടല്ലോ, അത് ലോറിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ അന്ന് പോയി കണ്ട ആ പ്രീസ്റ്റില്ലേ അദ്ദേഹത്തെ പോയി കാണൂ, ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. മാത്രമല്ല ഡെബിയെ നേരെ ആർണിയുടെ അടുത്തേക്ക് പോയിട്ട് അവന് കൂട്ടിരിക്കാൻ പറയുന്നു. കൂടെ ഒരു പ്രീസ്റ്റിനെയും കൂട്ടിക്കോളൂ എന്ന് എഡ് പറയുന്നു. അവർ രണ്ടുപേരെയും പറഞ്ഞയച്ചതിന് ശേഷം എഡും അസിസ്റ്റന്റും കൂടി ആ മന്ത്രവാദിനിയുടെ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എഡിന്റെ വീടും ഡേവിഡിന്റെ വീടും ഏകദേശം അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ആ ദുർമന്ത്രവാദിനി ഡയറക്റ്റ് വന്നിട്ട് കൂടോത്രം ചെയ്തതാണ് എന്ന് പറയാം. പക്ഷേ ആദ്യം മരിച്ച 2 പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ വീട് ഒരുപാട് ദൂരത്തിലാണ്. പിന്നെ എങ്ങനെ ആ ദുർമന്ത്രവാദിനി അവരുടെ അടുത്ത് എത്തി എന്നുള്ള രീതിയിൽ എഡിന് സംശയമുണ്ടാവുന്നു. അപ്പോൾ എഡിന്റെ അസിസ്റ്റന്റ് പറയും അതിലൊരു പെണ്ണിന് അവൾ പഠിക്കുന്ന കോളേജിൽ വെച്ച് കിട്ടിയ പാഴ്സലിലാണ് കൂടോത്രം ഉണ്ടായിരുന്നത്. അതോടെ ആ കോളേജും എഡ് മാപ്പിൽ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ആ മാപ്പ് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എഡിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് ലോറിൻ ആ സ്ത്രീയെ ഇമാജിനേഷനിൽ കണ്ട സമയത്ത് ആ സ്ഥലത്തിനടുത്ത് കൂടെ ട്രെയിൻ പോകുന്നതും വെള്ളച്ചാട്ടത്തിന്റെയൊക്കെ ശബ്ദം കേട്ടിരുന്നു എന്ന്. അതോടെ ഈ പരിസരത്തിനടുത്ത് അങ്ങനെയുള്ള സ്ഥലം നോക്കിയിട്ട് അവർ ആ മന്ത്രവാദിനിയുടെ സ്ഥലം കണ്ടെത്തുന്നു. ആ സ്ഥലം മനസ്സിലാക്കിയതോടെ എഡ് ഞെട്ടിപ്പോയി. കാരണം
കാരണം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മുടെ ലോറിൻ പോയിരിക്കുന്നത്. അതായത് ആ പ്രീസ്റ്റിന്റെ വീടിനടുത്താണ് ആ ലൊക്കേഷൻ. ഉടനെ തന്നെ എഡ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അതേസമയം നമ്മുടെ ലോറിൻ ആ പ്രീസ്റ്റിന്റെ വീട്ടിലെത്തി ആ ബുക്ക് കാണിച്ച് അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി അറിയുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം ഒരു സത്യം അവളോട് തുറന്നു പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തിയിരുന്നു. അവളും അദ്ദേഹം നല്ല സന്തോഷത്തോടു കൂടെ തന്നെയാണ് ജീവിച്ചിരുന്നതും. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ദുർമന്ത്രവാദത്തെക്കുറിച്ചും മറ്റുമൊക്കെ അന്വേഷണം തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അദ്ദേഹം ശേഖരിക്കാൻ തുടങ്ങി. അതോടെ അതിനെക്കുറിച്ച് ആ പെൺകുട്ടിയും പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരുപാട് തവണ തടഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ ദുർമന്ത്രവാദത്തെപ്പറ്റി കൂടുതൽ പഠിച്ചു തുടങ്ങി. അങ്ങനെ ആ പെണ്ണാണ് ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണമെന്ന് ലോറിന് മനസ്സിലാവുന്നു. അവൾ അദ്ദേഹത്തോട് ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാവുമായിരുന്നില്ല, അന്ന് തന്നെ ഇതൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചേനെ എന്ന് ലോറിൻ പറയുന്നു. എന്തൊക്കെയായാലും അവൾ എന്റെ മോളായി പോയില്ലേ എന്ന് ഫാദർ മറുപടി പറയുന്നു. അന്ന് എനിക്ക് അവളെ കാട്ടിത്തരാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ് ആ ചടങ്ങുകൾ നടക്കുന്ന ബലിയിടം അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. ആ വീടിന്റെ ബേസ്മെന്റിൽ തന്നെയാണ് ഇതൊക്കെ ആ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്കുള്ള വഴി ലോറിന് ആ പ്രീസ്റ്റ് കാണിച്ചു കൊടുക്കുന്നു. ലോറിൻ ആ ബലിപീഠം കണ്ടുപിടിക്കുന്നതിനായി അതിനുള്ളിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ആ ദുർമന്ത്രവാദിനിയും ആ വീട്ടിലേക്ക് എത്തുന്നു. വളർത്തി വലുതാക്കിയ ആളാണെന്ന് പോലും നോക്കാതെ കഴുത്തറുത്ത് ആ പ്രീസ്റ്റിനെ അവൾ കൊല്ലുന്നു. മറുവശത്താകട്ടെ നമ്മുടെ ലോറിൻ ആ ബലിപീഠം കണ്ടെത്തുന്നു. അതെങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്ന് അവൾ ശ്രമിക്കുന്നതിനിടയിൽ ആ മന്ത്രവാദിനി അങ്ങോട്ടേക്ക് എത്തുന്നു. ഇതേ സമയം നമ്മുടെ എഡ് ആ പ്രീസ്റ്റിന്റെ വീടിന് മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. ബേസ്മെന്റിലിരുന്ന് ലോറിന്റെ നിലവിളി കേട്ട അവൻ ഒരു ചുറ്റികയെടുത്ത് ആ ബേസ്മെന്റിന്റെ ലോക്ക് അടിച്ചു പൊട്ടിക്കുന്നു. ലോറിൻ എങ്ങനെയൊക്കെയോ കൂടി ആ മന്ത്രവാദിനിയെ തട്ടിമാറ്റി അവിടെ നിന്നും ഓടുന്നു. അപ്പോഴേക്കും എഡ് ആ ബേസ്മെന്റിലെത്തിയിരുന്നു. അവൻ ലോറിനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അതാ അവന്റെ മുന്നിലേക്ക് ലോറിൻ ഓടി വരുന്നു. എഡിന് സമാധാനമായി. പക്ഷെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും അത് ലോറിന്റെ വേഷം സ്വീകരിച്ച ദുർമന്ത്രവാദിനിയായിരുന്നു. അവൾ എഡിന്റെ മുഖത്തേക്ക് ഒരു പൊടിയൂതി അവനെ തന്റെ കൺട്രോളിലാക്കുന്നു. അതോടെ എഡ് ലോറിനെ കൊല്ലാൻ ശ്രമിക്കാൻ തുടങ്ങി. മറുവശത്ത് നമ്മുടെ ആർണി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഡെബി അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഫാദർ പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവനെ പിടിച്ചു കെട്ടാൻ അവർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. മറുവശത്താകട്ടെ നമ്മുടെ എഡ് ലോറിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ചുറ്റികയെടുത്ത് അവളുടെ തലയിലേക്ക് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ലോറിൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പഴയ ഓർമ്മകളൊക്കെ എഡിനോട് വിവരിക്കാൻ തുടങ്ങി. അവർ ആദ്യമായി കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഓരോ സന്തോഷങ്ങളും എല്ലാം അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ദുർമന്ത്രവാദിയുടെ കൺട്രോളിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആർണി അവന്റെ ശരീരമെല്ലാം ഒടിഞ്ഞു നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലഞ്ഞും തിരിഞ്ഞും ഒടിഞ്ഞും ഒക്കെ അവന്റെ ശരീരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ വായുവിലേക്ക് ഉയരാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പീസ് എടുത്ത് അവൻ സ്വയം കഴുത്തറക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം മറുവശത്ത് ലോറിൻ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഒടുവിൽ എഡ് ആ ദുർമന്ത്രവാദിയുടെ വലയത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വലിയ ചുറ്റിയെടുത്ത് ആ ബലിപീഠം അടിച്ചു പൊട്ടിക്കുന്നു. അതോടെ ദുർമന്ത്രവാദി ചെയ്തുകൊണ്ടിരുന്ന ആ ചടങ്ങ് പൂർണ്ണമാവാതെ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർണിയും താഴേക്ക് വീണ് നോർമലാവുന്നു. അതേസമയം എഡിന്റെയും ലോറിന്റെയും അടുത്തേക്ക് ആ മന്ത്രവാദിനി കൂടി എത്തുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ ശരീരം ഇഞ്ചിഞ്ചായി നുറുങ്ങാൻ തുടങ്ങി. പിന്നിലേക്ക് ഒടിയുകയും വളയുകയും ഒക്കെ ചെയ്യുന്നു. പെട്ടെന്ന് ആ മന്ത്രവാദിനിയുടെ രൂപത്തിൽ തന്നെ സാത്താൻ അങ്ങോട്ടേക്ക് വരികയും അവളുടെ കഴുത്ത് തിരിച്ച് അവളെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം നോർമലായി. അതിനുശേഷം നമ്മുടെ ആർണിയുടെ ശിക്ഷയിൽ ഇളവ് ചെയ്ത് 5 വർഷമാക്കി ചുരുക്കി കൊടുക്കുന്നു. 5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ അവനെ ഡെബി കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നമ്മുടെ എഡാവട്ടെ എല്ലാ എക്സോർസിസവും എല്ലാ ഇതുപോലെയുള്ള ഇഷ്യൂസിന് ശേഷം അവിടുത്തെ എന്തെങ്കിലും ഒരു സാധനം വന്നിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുമല്ലോ. അവിടെ നോക്കിയേ, നമ്മുടെ വലക്കിന്റെ ചിത്രം വരെയുണ്ട്. അതുപോലെ ഇത്തവണയും ഒരു പാത്രം പോലെ ഒരു സാധനം അദ്ദേഹത്തിന്റെ ശേഖരത്തിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ സീനോടുകൂടി ഈ സിനിമയും അവസാനിക്കുന്നു. ആക്ച്വലി ഈ സിനിമയുടെ മൂലകഥ ഒരു റിയൽ സ്റ്റോറിയാണ്. ശരിക്കും ഇതുപോലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് ഇവർ സിനിമയാക്കി മാറ്റിയത്. ഉറപ്പായിട്ടും അതിൽ ചലച്ചിത്രകാരന്റെ ഭാവന കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പല വീടുകളും യഥാർത്ഥത്തിൽ ആ സംഭവം നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ യഥാർത്ഥത്തിൽ ഈ കഥയുമായി ബന്ധമുള്ള എല്ലാവരുടെയും ഫോട്ടോ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വേണ്ടവർക്ക് പോയി കണ്ടു നോക്കാം. ഇനി ഈ സിനിമയിലെ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഒളിപ്പിച്ചു വെച്ചതൊന്നുമല്ല. അവിടെ ഇവിടെയായിട്ട് ചെറിയ ഹിന്റുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ മന്ത്രവാദിനി എന്തുകൊണ്ട് ഈ 3 പേരെ കൂടോത്രം ചെയ്യാൻ ചൂസ് ചെയ്തു എന്നുള്ളത്, അതായത് ആ കുട്ടിയെയും 2 സ്ത്രീകളെയും പിന്നെ നമ്മുടെ എഡിനെയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മന്ത്രവാദ ബുക്ക് പ്രകാരം കൂടോത്രം ചെയ്യേണ്ടത് 3 തരത്തിലുള്ള ആൾക്കാരിലാണ്. അധികമായി സ്നേഹിക്കുന്നവരിൽ, കുട്ടിയിൽ, പിന്നെ ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളിൽ. അതായത് ആദ്യത്തെ 2 സ്ത്രീകളും പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരിൽ
കൂടോത്രം ചെയ്തത്. രണ്ടാമത് ഡേവിഡ് എന്ന കുട്ടി. പക്ഷെ അവനിലുണ്ടായിരുന്ന ആ ശാപം അല്ലെങ്കിൽ കൂടോത്രം നമ്മുടെ ആർണി അവനിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു. മൂന്നാമത് ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമയെപ്പോലെ ജീവിക്കുന്ന നമ്മുടെ എഡിൽ. ഇതുകൂടാതെ ഈ മന്ത്രവാദിനി കൂടോത്രം ചെയ്യുന്ന ആള് മറ്റൊരാളെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യണം. അതാണ് ആ കൂടോത്രത്തിന്റെ ശക്തി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യത്തെ ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ കൊന്നതിന് ശേഷം അവൾ ആത്മഹത്യ ചെയ്യുന്നു. രണ്ടാമത്തേത് ആർണി പെറ്റ് ഷോപ്പ് ഓണറെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവനത് സാധിച്ചില്ല. നമ്മുടെ എഡാവട്ടെ ലോറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ആ കൂടോത്ര വലയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് ഇവർ ഈ കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ശുഭപര്യവസായിയായി സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചും ഈ സിനിമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമകളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ